സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് ധൂർത്തും അനാവശ്യ ചെലവുകളും ആണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നികുതി പിരിവിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ പറഞ്ഞു. യഥാർത്ഥത്തില് വെള്ളമില്ലാത്തിടത്ത് മുങ്ങിച്ചാവാൻ പറയുന്ന പോലെയാണ് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളോട് ഇവർ ചെയ്യുന്നത്. അതായത് അവർ പറയും ഈ അലൊക്കേഷൻ പേപ്പറിലാക്കാൻ വേണ്ടി ഈ മാർച്ച് മാസത്തിലെ ലാസ്റ്റ് ഡേ അലോക്കേഷൻ വെക്കും, ലാസ്റ്റ് ഡേ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് പേപ്പർ വെക്കും. അതേസമയം ട്രഷറി ബാൻ അതേ മന്ത്രി അടുത്ത കൈ കൊണ്ട് എഴുതി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വിശന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നവന്റെ കൈ രണ്ടും പുറകിൽ കെട്ടിയിട്ട് ബിരിയാണി മുമ്പിൽ വിളമ്പി വെച്ചിട്ട് എടുത്തോണ്ട് പോകുമ്പോഴാണ് സാർ ഈ ധനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ കടലാസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവർ പിന്നോക്കം കൊണ്ടുപോവാണ് സാർ. കേന്ദ്രം ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. എല്ലാ അടിയന്തര പ്രമേയ നോട്ടീസുകളിലും ചർച്ച അനുവദിക്കുന്നതിനെ പി കെ കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. അടിയന്തര പ്രമേയ ചർച്ച എപ്പോഴും ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ഒറ്റക്കൊരു മന്ത്രിയെ കൊണ്ട് ആവൂല ഞങ്ങളെ നേരിടാൻ എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി നേരിടുന്നത് ഒരു പരിപാടിയാണ് ഈ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കല്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരാളെ കൊണ്ട് കഴിയൂല. അപ്പൊ എല്ലാവരും കൂടി കൊടുക്കാണ്. കൂടി കൊടുത്തോണ്ട് തരും, നല്ല കാര്യമാണ്. എല്ലാവരും കൂടി കൊടുക്കട്ടെ. പക്ഷേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഇങ്ങനെ ശിക്ഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർ, എല്ലാവർക്കും അറിയാം വളരെ മോശമാണ് കാര്യങ്ങൾ. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും, ഒന്നിനൊട്ട് കാശ്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ രാജ്, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബൈറ്റ് കൂടെ കേൾക്കുമ്പോൾ പൂർണ്ണ തൃപ്തിയോടെയല്ല ഈ അടിയന്തര പ്രമേയത്തിന് ചർച്ചയിലേക്ക് പ്രതിപക്ഷം പോകുന്നതെന്ന തോന്നലാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അടിയന്തര പ്രമേയ ചർച്ചയിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഭരണപക്ഷത്തു നിന്ന് ആരാണ് സംസാരിച്ചത്? മറ്റുള്ള കാര്യങ്ങൾ എന്താ? സനീഷ, ഈ നിയമസഭാ സമ്മേളന കാലയളവിലെ 4ാമത്തെ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ്. അത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുന്നത്. മാത്യു ടി തോമസാണ്, പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുന്നത്. മാത്യു കുഴൽനാടനാണ് പ്രതിപക്ഷ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിച്ചത്. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ട്രഷറി നിയന്ത്രണം 25 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കി കുറച്ചു എന്ന് മാത്രമല്ല, ഈ ബാറുകളുടെ എണ്ണം കൂട്ടുന്നു, സ്വർണ്ണവില കൂടുന്നു. അതേ സമയത്ത് തന്നെ നികുതി പഴയ അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാത്തത് അവിടുത്തെ ഭരണനിർവഹണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതേസമയത്ത് സർക്കാരിൻ്റെ ധൂർത്തിനും അനാവശ്യ ചെലവുകൾക്കും ഒരു കുറവില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. അതേസമയത്ത് ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന സമീപനമാണ് ഭരണപക്ഷ MLA-മാർ സ്വീകരിച്ചത്. സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നിലവിൽ നിശ്ചലമാകുന്ന സാഹചര്യമില്ല. അതേസമയത്ത് കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും GST പരിഷ്കരണം ഉൾപ്പെടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട തുക കുറഞ്ഞതുമൊന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വിമർശനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെ പറയുമ്പോഴും കേന്ദ്രത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നും ഭരണപക്ഷ MLA-മാർ ചൂണ്ടിക്കാട്ടി. അതിനിടയ്ക്കാണ് ഉപപ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം ശ്രദ്ധേയമായത്. ഇങ്ങനെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നൽകുന്നത് തന്നെ ഒറ്റയ്ക്ക് ഒരു മന്ത്രിക്ക് ഞങ്ങളെ നേരിടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഞങ്ങളെ നേരിടാനുള്ള തന്ത്രം അവർ സ്വീകരിക്കുന്നത്. അത് അങ്ങനെ ആയെങ്കിൽ കൂടിയും ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ MLA-മാർ ഏതെങ്കിലും തരത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളല്ല നൽകുന്നത് എന്ന് മാത്രമല്ല, വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും എല്ലാം നല്ലതാണ്, എല്ലാം നല്ല നിലയ്ക്ക് പോകുന്നുവെന്നാണ് ഭരണപക്ഷ MLA-മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രതിസന്ധിക്കൊക്കെ ധനമന്ത്രി തുക അനുവദിക്കട്ടെ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. നന്ദി അർജുൻ, വിവരങ്ങൾക്ക്. ഏതായാലും അവിടെ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്.